ഇവിടെ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഷെഫ് ഒരുത്തനുണ്ട്. അവന്റെ ഒരു ഫുഡ് ഒറ്റ പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ മതി. അത് വെച്ച് തന്നെ അത് എന്തൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കും. അടുത്ത കുറച്ച് നേരത്തിൽ തന്നെ ആ ടേസ്റ്റിൽ സെയിം ഫുഡ് അവനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്കും ടാലന്റ് ആണ്. അത് മാത്രമല്ല, അത് മരിക്കാൻ പോകുന്ന ഒരാൾ അവസാന ആഗ്രഹമായി എന്തെങ്കിലും ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ആള് എത്ര വർഷത്തിന് മുമ്പ് കഴിച്ചതാണെങ്കിലും അത് അതേപോലെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് ഈ വയസ്സായ ആളോ ആഗ്രഹം പറഞ്ഞത്. അത് ഉണ്ടാക്കി കൊടുക്കാൻ ഇവൻ തന്നെ സ്റ്റവ് മുതൽ പച്ചക്കറി എല്ലാം എടുത്തോണ്ട് വന്ന് അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തു കൊടുത്തു. അത് കഴിച്ചത് അയാൾക്കും കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ അവന്റെ വൈഫിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ അതേ ടേസ്റ്റ് ഓർമ്മ വന്നു. സോ ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിന് $1 മില്യൺ ചാർജ് വാങ്ങിയത്. കാരണം ഇവന്റെ റെസ്റ്റോറന്റ് ഇപ്പൊ കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരുത്തന്റെ റെസ്റ്റോറന്റ് കടത്തിൽ ഓടുന്നത് എന്ന് നോക്കിയാൽ, ഇവൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് കുറെ ആളുകൾ വരും. ഏതൊരു ഡിഷും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു റൂൾ വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ബാക്കി ഷെഫ് ഉണ്ടാക്കിയത് വേസ്റ്റിലേക്ക് വലിച്ചെറിയും. ഇതുകൊണ്ട് തന്നെ ഇവന്റെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റാതെ എല്ലാവരും ജോലി ഉപേക്ഷിച്ചിട്ട് പോകും. അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ആളില്ലാതായതും വരുന്ന കസ്റ്റമേഴ്സിന് നേരത്തിന് കൊടുക്കാൻ പറ്റാതെ അത് അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലായി. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ പണക്കാരൻ ഷെഫ് ഒരുത്തൻ കുറെ വർഷത്തിന് മുമ്പ് കഴിച്ച ഒരു ഡിഷിന്റെ റെസിപ്പി ഒരു സീക്രട്ട് ബുക്കിന്റെ അകത്തുണ്ട്. അത് തേടി കണ്ടുപിടിച്ച് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കി തന്നാൽ $50 മില്യൺ തരാമെന്ന് പറഞ്ഞു. ഇവനും പണത്തിന് വേണ്ടി കുറെ സ്ഥലത്ത് തേടി ഒരു വലിയ സത്യം മനസ്സിലാക്കി. അതെന്തെന്നാൽ ആ ഡിഷ് ഉണ്ടാക്കിയത് തന്നെ ഇവന്റെ മുത്തശ്ശനാണ്. അയാളുടെ അടുത്ത അസിസ്റ്റന്റ് ആയി ജോലി ചെയ്ത ഷെഫാണ് ഇപ്പൊ പണക്കാരനായിട്ടുള്ള ഈ ഷെഫ്. ഇവന്റെ മുത്തശ്ശൻ എഴുതി വെച്ച സീക്രട്ട് റെസിപ്പി ബുക്ക് ഇവൻ തന്നെ തേടി കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന്റെ വില മനസ്സിലാവൂ എന്ന് പറഞ്ഞ് മനഃപൂർവ്വമാണ് ഇവനോട് തേടി കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞത്.